നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 603 603. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 603. ഇന്ന് ഗോപി വിലാപം 98-ാം സർഗം തുടങ്ങണം. അപ്പോൾ അതിന് മുമ്പ് ആസ് യൂഷ്വൽ കഴിഞ്ഞ എപ്പിസോഡ് എവിടെ നിർത്തിയതെന്ന് പറയാം. 97-ാം സർഗം രാമകൃഷ്ണന്മാരുടെ യാത്രോത്സവം എന്നുള്ളതിൽ അവസാനത്തെ ശ്ലോകം 31-ാം നമ്പർ. കാർവർണ്ണനും രാമനും ആരഥത്തിലേറി തിരിഞ്ഞ് അമ്പോട് നോക്കി നിൽക്കെ കണ്ണീർക്കിനിഞ്ഞങ്ങനെ പിന്നിൽ വന്നു ഗോപീജനം കേഴുകയാണ് ഈ വണ്ണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഗോപസ്ത്രീകൾ വിലാപം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ശ്ലോകം നമ്പർ 1. മറ്റാരെയും പഴിച്ചിട്ടു ഫലമില്ല ഇതിൽ ഇന്നിരേ. നല്ലൊരു വേദാന്ത പഠനമാണിത്. നമ്മൾക്ക് വരുന്ന വല്ലായ്മകൾക്ക് വേറൊരാൾ കുറ്റം പറയാൻ പാടില്ല. ആര് കാരണക്കാരായി? നമ്മൾ തന്നെ കാരണക്കാർ എല്ലാറ്റിനും, പ്ലസ് മൈനസ് എന്തിനുമാണെങ്കിലും. മറ്റാരെയും പഴിച്ചിട്ടു ഫലമില്ല ഇതിൽ ഇന്നിരേ. ഒരു ഗോപസ്ത്രീ വേറൊരു ഗോപസ്ത്രീയോട് പറയണേ, ദൈവാനുകൂല്യം നമ്മൾക്കില്ല എന്നില്ലാതായി പോയി കേവലം. നമ്മൾക്ക് ഇന്ന് ഇല്ലാതായി പോയി കേവലം. വളരെ സ്പഷ്ടമായി. ദൈവാനുകൂല്യം നമ്മൾക്ക് ഇന്ന് ഇല്ലാതായി പോയി കേവലം. 2-ാമത്തെ ശ്ലോകം. വീടും മറ്റും ഉപേക്ഷിച്ചു വെറും ദാസികളായ നാം ആയർ പെണ്ണുങ്ങളവിടേക്കുന്നു മുറ്റത്ത് മുല്ലയാം. അല്ലെങ്കിൽ എത്രയോ കാലം നമ്മൾ തൻ മുമ്പിൽ ആവിധം വെണ്ണയ്ക്കും മറ്റുമായി കെഞ്ചിക്കളിച്ച കമലേക്ഷണൻ ഇതാ പോണു. കമലേക്ഷണൻ നമ്മളെ വിട്ടു പോണു. വീടും മറ്റും ഉപേക്ഷിച്ചു വെറും ദാസികളായ നാം ആയർ പെണ്ണുങ്ങളവിടേക്കിന്ന് മുറ്റത്തെ മുല്ലയാം. നമ്മൾ വെറും മുറ്റത്തെ മുല്ലയാണ്, മണമില്ല എന്നർത്ഥം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയില്ലേ, നമ്മൾ മുറ്റത്തെ മുല്ലയാണ്. അല്ലെങ്കിൽ എത്രയോ കാലം, 8-10 കൊല്ലം നമ്മൾ തൻ മുമ്പിൽ ആവിധം വെണ്ണയ്ക്കും മറ്റുമായി കെഞ്ചിക്കളിച്ച കമലേക്ഷണൻ അരുളിയിൽ പാടും. കൃഷ്ണ, രണ്ടുപേരും പാട്ട് പാടൂ. ഓ ശരി. കൃഷ്ണ, ആ പീഠം ഒന്നങ്ങോട്ട് മാറ്റി വയ്ക്കൂ. ഓ ശരി. നർത്തമാടൂ കൃഷ്ണ. ഓ ശരി, നർത്തമാടാം. നടനമാടൂ കൃഷ്ണ. അതുമായി. പിന്നെ എന്തൊക്കെ വേണം അതൊക്കെ ചെയ്യും അദ്ദേഹം. എന്താ കൂലി കൊടുക്കുക? നല്ല തൂവെണ്ണ മനസ്സ്. തൂവെണ്ണ പോലെയുള്ള മനസ്സ്, പാല് പോലെ വെളുത്ത മനസ്സ്. ധവളപത്രം, അതായത് ധവളപത്രം എന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പർ, അങ്ങനെ പറയും. അതാണ് ഭഗവാന് വേണ്ടു. അപ്പോൾ പാടാനൊരുളിയിൽ പാടും നൃത്തം വെപ്പതിന്നോതുകിൽ പൊന്നിൻ തളകിലൊങ്ങിയുടെ നൃത്തം വയ്ക്കും മനോഹരൻ. പാവങ്ങളാം ഗോപികൾ തൻ പാഴ്വീടുകളിൽ വന്നുടൻ. ഗോപസ്ത്രീകളുടെ വീടൊക്കെ വളരെ മോശമാണ്. അതാണ് പാവങ്ങളാം ഗോപികൾ തൻ പാഴ്വീടുകളിൽ വന്നുടൻ പാൽ പാൽ വെണ്ണ ഓമൽ തൃക്കയ്യാൽ വാരിയുണ്ണും കൃപാനിധി. അദ്ദേഹം നമ്മുടെ വീട്ടിൽ നിന്ന് പാലും വെണ്ണയും കഴിച്ചാൽ അതിൻ്റെ പുണ്യം നമ്മൾക്കാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വൃന്ദാവനൻ ഈ കുഞ്ഞിലെന്തെല്ലാം ദിവ്യലീലകൾ. വൃന്ദാവനനിൽ വൃന്ദാവന നികുഞ്ചത്തിൽ കൂട്ടക്ഷരാവ് കാരണം പിടിക്കാൻ കിട്ടുന്നില്ല.
വൃന്ദാവന നികുഞ്ചത്തിലെന്തെല്ലാം ദിവ്യലീലകൾ ചെയ്തു താൻ ഭഗ്നന്മാരാക്കി നമ്മളെ. അതേ വാത്സല്യ നിലയം, അതേ സൗന്ദര്യസാഗരം, അതേ വാത്സല്യ നിലയാണ്, വാത്സല്യത്തിൻ്റെ നിലയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം. അതേ സൗന്ദര്യസാഗരം, സൗന്ദര്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ സമുദ്രം പോലെ. അതേ ഗോപികമാർക്കെന്നും സ്വന്തമാം പ്രിയവല്ലഭൻ, യശോദതൻ പുണ്യപുഞ്ചം നന്ദൻ്റെ കനകക്കുടം. ഇതൊക്കെ വായിച്ചാൽ കുട്ടികളെ ചീത്ത വിളിക്കേണ്ട ആവശ്യം വരില്ല. കുട്ടികളെ നല്ല വാക്കുകൾ വിളിക്കാനുള്ള കോപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. യശോദതൻ പുണ്യപുഞ്ചം നന്ദൻ്റെ കനകക്കുടം വ്രജഭൂമിക്കുമാർത്തട്ടിൽ മഹേന്ദ്രമണിമണ്ഡനം. വ്രജഭൂമിക്ക് വ്രജഭൂമിക്കുമാർത്തട്ടിൽ മഹേന്ദ്രമണിമണ്ഡനം. ഏതേതാപത്തിലും നമ്മെ കാത്തുപോകുന്ന കൃപാനിധി. എന്തെല്ലാം പോരായ്മകളാണ് നമ്മൾക്ക് ഉണ്ടായിരുന്നത്, അതെല്ലാം തീർത്തു തന്നു അദ്ദേഹം. ഏതേതാപത്തിലും നമ്മെ കാത്തുപോകുന്ന കൃപാനിധി. ചന്ദ്രേ ചൊല്ലിയിടുക ഈ വണ്ണം പെരുമാറിയിടുമോ സഖി. വേറെ വല്ലവരും ഇങ്ങനെ ചെയ്യില്ല. ബ്രഹ്മാവിനും കരുണയില്ല അണുപോലും ജനങ്ങളിൽ. അതായത് നമ്മുടെ ദുഃഖത്തിനിപ്പോൾ ആദ്യം പറഞ്ഞു ആരും കുറ്റം പറയാൻ പാടില്ല എന്ന്, പിന്നെ പറയണു ബ്രഹ്മാവാണ് എന്ന്. എന്തോ ആയിക്കോട്ടെ. ബ്രഹ്മാവിനും കരുണയില്ല അണുപോലും ജനങ്ങളിൽ പ്രീതിപൂർവം ഇണക്കിയിടും ഉടൻ താൻ വേർപെടുത്തിയിടും. അല്ലേ? പ്രീതിപൂർവം നമ്മൾക്ക് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ് എല്ലാവരെയും അണക്കും. പെട്ടെന്ന് പിൻവലിക്കുക ആരെയെങ്കിലും, എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തും. അതാണ് ബ്രഹ്മാവിനും കരുണയില്ല അണുപോലും ജനങ്ങളിൽ പ്രീതിപൂർവം ഇണക്കിയിടും ഉടൻ താൻ വേർപെടുത്തിടും. ഭ്രാന്തനെ പോലെ തോന്നുന്നതെല്ലാം ചെയ്യുകയാണയാൾ. ആര്? ബ്രഹ്മാവേ ഭ്രാന്തനെ പോലെയാണ് പല കാര്യം ചെയ്യണതെന്ന്. ഭ്രാന്തനെ പോലെ തോന്നുന്നതെല്ലാം ചെയ്യുകയാണയാൾ. നമ്മൾക്ക് ഈ വിശ്വസൗന്ദര്യക്കഴമ്പാം കമലാക്ഷനെ കാട്ടിത്തന്ന് ഇത്രയും വേഗം അകറ്റിയിടുകയല്ലയോ. 10 വർഷം ഒപ്പമുണ്ടായിരുന്നു എന്നിട്ടാണ് പറഞ്ഞത്. പക്ഷേ അവരെ സമ്മതിക്കണം. അവരെ ഇനി 65 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഭഗവാനെ കാണുക. അതുവരെ ഗോപസ്ത്രീകൾക്ക് മെസ്സേജ് ഇങ്ങനെ വരും. ഇനി മറ്റേ എന്താ പറയുക, പിന്നെ ഉദ്ധവരെ അയക്കും, ഒരു പ്രാവശ്യം ബലരാമനെ അയക്കും. പിന്നെ നേരിൽ കാണുന്നത് ഭഗവാന്റെ 75ാമത്തെ വയസ്സിലാണ്. പ്രഭാസ തീർത്ഥത്തിൽ ഒരു സൂര്യഗ്രഹണ സമയത്തിൽ അവർ കാണും. അന്ന് യശോദമ്മയുടെ മടിയിൽ ഭഗവാൻ കയറിയിരിക്കും, യശോദമ്മയ്ക്ക് മുല ചുരക്കും. ഇതൊക്കെ ഡിവൈൻ ആക്ടിവിറ്റീസാണെന്നുള്ളത് ആദ്യം അറിയണം. പ്രശ്നമുണ്ടോ? അപ്പോൾ പറഞ്ഞു ഒരാൾക്ക് കാട്ടിത്തന്ന് ഇത്രയും വേഗം അകറ്റിയിടുകയല്ലയോ. അല്ല ഈ വിധിയല്ലേതും കാരണം. നന്ദനന്ദനൻ ഒരാൾക്കും കീഴടങ്ങാത്ത സർവതന്ത്ര സ്വതന്ത്രനാം. ഭഗവാൻ ആരാ? ഒരാൾക്കും കീഴടങ്ങാത്ത സർവതന്ത്ര സ്വതന്ത്രനാം. സ്നേഹമില്ലവിടേക്കുള്ളിലേതും ഗോപി ജനങ്ങളിൽ. ഒക്കെ തന്നെ ഇങ്ങനെ ഭ്രാന്ത് പറയാ. സ്നേഹമില്ലവിടേക്ക് ഉള്ളിൽ ഏതും ഗോപി ജനങ്ങളിൽ. എങ്ങാണ്ടു വഴിയിൽ പോലും വെച്ചു കാണാത്ത മാതിരി, വഴിയിൽ വെച്ച് വിട്ടുകൂടി കാണാത്ത പോലെ നടിപ്പത് അത്യത്ഭുതം എന്നല്ലാതെന്തോതിടേണ്ടതും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഭഗവാന്റെ അവതാരകാരിയാണ് ഭഗവാന് വലുത്. അതാണ് തലേദിവസം പിന്നെ മൂലത്തിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാരദർ വന്ന് പോകുന്നുണ്ട്. എന്തിനാണ് നാരദർ വരുന്നത്? ഓർമ്മപ്പെടുത്താൻ. ഇവിടെ ഇങ്ങനെ ചുറ്റി കളിച്ചിട്ടേ ഗോപസ്ത്രീകളുടെ നിന്ന് പാലും മണ്ണിയും കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ, കാര്യം ഓർമ്മ വേണമെന്ന്. അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. എങ്ങാണ്ടു വഴിയിൽ പോലും വെച്ചു കാണാത്ത മാതിരി നടിപ്പത് അത്യത്ഭുതം എന്നല്ലാതെന്തോതിടേണ്ടതും. ഒരൊറ്റ വാക്ക് മോതാതെയല്ലോ തേർത്തട്ടിൽ ഈ വിധം. ഒന്നും പറഞ്ഞില്ലേ, എന്താ പറയുക? ഭഗവാൻ എന്താ? ഞാൻ സൈമിൾട്ടേനിയസിലായിട്ട് ഈ മഹാഭാഗവതം പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട് മലയാളത്തിൽ തന്നെ, 18 പുരാണത്തിലുള്ളതാണ്, വായിച്ചിരിക്കേണ്ടതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ഭജിച്ചില്ലെങ്കിലും അങ്ങോട്ട് ഭജിക്കുന്നതാണ് ഉത്തമം എന്നാണ്. പരമശയോ. അപ്പോൾ ഈശ്വരൻ ഇങ്ങോട്ട് വലുതും പറഞ്ഞില്ലേ എന്നുള്ളതല്ല, അങ്ങോട്ട്
അദ്ദേഹത്തിനെ സേവ ചെയ്യാമെന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലെ ഒരൊറ്റ വാക്ക് മോതാതെയല്ല അല്ലോ തട്ടിലെ വിധം കരേറി നിൽപ്പു അതോ ശരിയാ, കരേറി നിൽപ്പു കാർവർണ്ണൻ കമനീയ ഗുണാകരൻ വെറും മർത്യന്നഴും സ്നേഹം ഇത്രയേയുള്ളൂ മന്നിതിൽ. നമ്മൾ പഠിക്കണം. വെറും മർത്യന്നഴും സ്നേഹം ഇത്രയേയുള്ളൂ മന്നിതിൽ. അമ്മട്ടിലാണോ ഭഗവാൻ യശോദാനന്ദനൻ. സാധാരണക്കാരനല്ലല്ലോ, അദ്ദേഹം ഒരു സ്പെഷ്യൽ ക്യാരക്ടറല്ലേ. ഗോപിയും കൃഷ്ണനും തമ്മിലുള്ളൊരച്ഛേദ്യബന്ധനം. ഗോപിയും കൃഷ്ണനും, ഗോപികകളും കൃഷ്ണനും അല്ലാണ്ടർത്ഥം. ഗോപി ഇല്ലാണ്ട് കൃഷ്ണനെ കാണില്ല, ഗോപികമാരില്ലാണ്ടും കൃഷ്ണനെ കാണില്ല. ഗോപിയും കൃഷ്ണനും തമ്മിലുള്ളൊരച്ഛേദ്യബന്ധനം, ഛേദിക്കാൻ പറ്റാത്തത്. അറിയാത്ത മഹാപാപിയാണ് അയാളില്ല സംശയം. ബ്രഹ്മാവേ, അറിയാത്ത മഹാപാപിയാണ് അയാൾ ഇല്ല സംശയം. നമ്മളിൽ നിന്ന് അകറ്റില്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളോടേതും ആലോചിക്കാതെ കേവലം ഇവിടെ എന്തൊക്കെ കാര്യമാണ് ഇനി അദ്ദേഹത്തിന് ചെയ്യേണ്ടത്, അതിനെ പറ്റിയിട്ടല്ല ഇവർക്ക്. അല്ലെങ്കിൽ നമ്മളോട് ഏതും ഞാൻ പോണ്ടേ താൻ പറയൂ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ, അതേപോലെ ഗോപികുമാരോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അത്രയ്ക്കും പൊസസീവ്നെസ്സാണ്, അല്ലാണ്ടൊന്നുമല്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മളോടേതും ആലോചിക്കാതെ കേവലം മരവിന്ദാക്ഷനെ കൂട്ടിക്കൊണ്ടുപോവില്ല തീർച്ചയാം. ഇന്നത്തെ ശ്ലോകം അതിലേറെ തമാശ. ഇയാൾക്ക് അക്രൂരനെന്നാരാണാവോ പേരിട്ടത് ഈ വിധം. ആ മഹാപാപത്തിനൊന്നും അറിയില്ല അല്ലേ. ഇയാൾക്ക് അക്രൂരൻ, ഇയാൾ ക്രൂരനാണ്. ആരാ അക്രൂരൻ എന്ന് പറഞ്ഞതെന്നാ ചോദിക്കുന്നത്. ഇയാൾക്ക് അക്രൂരനെന്നാരാണാവോ പേരിട്ടത് ഈ വിധം. വിരൂപനെ സുന്ദരനെന്നുര ചെയ്യുന്ന മാതിരി. വിരൂപനെ സുന്ദരൻ എന്നുള്ള പേരിൽ വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഗോപീജനങ്ങൾ തൻ ഭാഗ്യം കെടുത്തിയിടിന കശ്മലൻ. അക്രൂരന് ചിത്ത വിളിക്കാം. ഗോപീജനങ്ങൾ തൻ ഭാഗ്യം കെടുത്തിയിടിന കശ്മലൻ മധുരക്കാരയച്ചുള്ള മരുന്നോ. മധുരയിലത്തെ രാജാവ് അയച്ച മരുന്ന് നമ്മൾക്ക് തീക്ഷ്ണമായി നക്കണമെന്നാണ് പറഞ്ഞത്. വല്ല മന്ത്രമോ ചെയ്തിട്ടുണ്ടാകും, അല്ല എങ്കിൽ വിഷമേൽക്കാത്ത കുഞ്ഞിനെ ഇത്രയും വേഗം ഈ മട്ടിൽ കുന്നെടുത്ത കുമാരനെ. ഗോവർദ്ധന പർവ്വതത്തിനെ പൊന്തിച്ച ആളെ ഇത്ര വേഗം എങ്ങനെയാണ് മയക്കിയത്? കൈവശം വെള്ളം കൊടുത്തിട്ടോ എന്നാ ചോദിക്കണത്. അപ്പോൾ ഗോപീജനങ്ങൾ തൻ ഭാഗ്യം കെടുത്തിയിടന കശ്മലൻ മധുരക്കാരയച്ചുള്ള മരുന്നോ. വല്ല മന്ത്രമോ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ വിഷമേൽക്കാത്ത കുഞ്ഞിനെ ഇത്രയും വേഗം ഈ മട്ടിൽ കൊന്നെടുത്ത കുമാരനെ മയക്കിയിടുവതിനായി ആവില്ല ഒരു മട്ടിലും ഏവനും. അറിയാതാരിലും ദോഷം അറിയിടല്ല കാഞ്ചനെ. കത്തമ്പത്തമ്മ എന്തിനാടോ താനിങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത്? അറിയാതാരിലും ദോഷം മറുളിയിടല്ല കാഞ്ചനെ. നമ്മളിൽ പ്രേമമുണ്ടെങ്കിൽ നാഥൻ ഇങ്ങനെ ചെയ്യുമോ? എന്തിനപ്പോൾ അവരെ കുറ്റം പറഞ്ഞത്? നമ്മളെ എല്ലാമായിരിക്കുന്ന ഭഗവാൻ നാഥൻ നമ്മളെ വിട്ടുപോലും ചെയ്യുന്നത്. ഒരു വാക്ക് പറഞ്ഞു നമ്മളോട് ആരെങ്കിലും നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കണമെന്ന്. നമ്മളിൽ പ്രേമമുണ്ടെങ്കിൽ നാഥനിങ്ങനെ ചെയ്യുമോ? ചിരിച്ചും മറ്റും ഈ മട്ടിൽ മയക്കി മധുസൂദനൻ. നമ്മളേനെ ചിരിച്ചു മയക്കി. തീരെ കൈവിട്ടു മധുരക്കയാൽ തൻ കൂടെ ഇങ്ങനെ പുതുപെണ്ണുങ്ങൾ തൻ ചന്തം കാണാൻ പോവുകയില്ല. ബൈ ഗുഡ്നസ്, എന്താ ആരോപണമുണ്ടോ? തീരെ കൈവിട്ടു മധുരക്കയാൾ തൻ കൂടെ ഇങ്ങനെ. ഈ അക്രൂരൻ്റെ കൂടെ ഇയാളിപ്പോൾ പോയിട്ടുണ്ട്. അവിടെ എന്താ പെണ്ണ് നോക്കാൻ പോവുക? പുതിയ പെണ്ണുങ്ങളെ ഞങ്ങളില്ലേ അവിടെ? ആലോചിച്ച് നോക്കൂ. പുതുപെണ്ണുങ്ങൾ തൻ ചന്തം കാണാൻ പോവുകയല്ലയോ. അവർ തൻ ഭാഗ്യമെന്നല്ലാതറിയേണ്ടതെന്തു ഞാൻ. മധുരയിലുള്ള പെണ്ണുങ്ങളുടെ ഭാഗ്യം എന്നല്ലാതെ കണ്ട് നമ്മളിനിയിപ്പോൾ എന്താ പറയുക? മധുരാങ്കനമാർക്കെന്നും ഇന്നു തൊട്ട് മഹോത്സവം. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇദ്ദേഹം അവിടെ എത്തും. മധുരയിലുള്ള അങ്കനമാർക്ക് ഇന്നും മുതൽക്ക് ഉത്സവം തന്നെയാണ്. കാരണം ഇയാളെ കാണാമല്ലോ എന്നാണ് പറഞ്ഞതേ.
വജ്രകാമിനിമാർ നമ്മൾക്കിനി നിത്യോപവാസവും. നമുക്കിനി എന്താ ചെയ്യാനുള്ളത്? നിത്യേന ഉപവാസം ചെയ്യുക. രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ. അവിടെ ഉത്സവം, ഇവിടെ ഉപവാസം. ഈ ഇതൊക്കെ എഴുതിണ്ടാക്കിയിട്ടുള്ള ആ വ്യാസർക്ക് എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. നമ്മൾക്ക് 3 ഡൈമെൻഷനിൽ ഇങ്ങനെ കാണാം കാര്യങ്ങൾ. വജ്രകാമിനിമാർ നമ്മൾ, വ്രജത്തിലെ കാമിനിമാരായിട്ടുള്ള നമ്മൾക്കിനി നിത്യോപവാസവും. അവരിന്ന് ആരെയാണാവോ കണി കണ്ടതു രാവിലെ. അവരിന്ന് ആരെയാണാവോ കണി കണ്ടത്? വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ വിശ്വമംഗള കോമളനായിരിക്കുന്ന ഭഗവാൻ അങ്ങോട്ട് എത്തി. നിത്യോത്സവം ആണവർക്ക്. ഇന്ന് അവരാരെയാണ് കണി കണ്ടത്? ആ കണി കണ്ട ആളെ നമുക്കൊന്ന് കണ്ടു വെച്ചാൽ തറക്കണില്ല. ഇദ്ദേഹം മടങ്ങി വരുമോ? കൊഞ്ചിക്കുഴഞ്ഞും നാണിച്ചും തിരഞ്ഞ് അമ്പേന്തി നോക്കിയും ചിരിച്ചും വേഴ്ച കാണിച്ചും മറ്റും പലതരത്തിലും. നമ്മളോട് എന്തൊക്കെ അദ്ദേഹം ചെയ്തിരുന്നത്? കൊഞ്ചിക്കുഴഞ്ഞും നാണിച്ചും തിരിഞ്ഞ എന്തി നോക്കിയും തിരഞ്ഞ് എന്തി നോക്കിയും ചിരിച്ചും വേഴ്ച കാണിച്ചും മറ്റും പലതരത്തിലും വശീകരിക്കും ആ കുട്ടരെ കൂട്ടത്ര താൻ ധീരനാകിലും. അവിടെ ഉള്ളവർ അത്ര ധീരനാണെങ്കിൽ ഇയാൾ കയ്യിലെടുക്കുന്ന പറഞ്ഞതേ ആരെ? ശ്രീകൃഷ്ണൻ. വശീകരിക്കും ആ കൂട്ടരെ എത്ര താൻ ധീരനാകിലും താരുണ്യത്തള്ളാലേറെ മിന്നുമീ മോഹനാങ്കനെ. ആരാ അദ്ദേഹം? മന്മഥ താരുണ്യത്തള്ളലാൽ ഏറെ മിന്നും ഈ മോഹനാങ്കനെ. പഠിപ്പും നാട്യവും പാട്ടും പരിഷ്കാരവും ആമിതം. നമ്മൾക്ക് പരിഷ്കാരമില്ലല്ലോ, അതുകൊണ്ടാവും അങ്ങോട്ട് പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്. പഠിപ്പും നാട്യവും പാട്ടും പരിഷ്കാരവും ആമിതം എല്ലാം തികഞ്ഞൊരവർദ്ധൻ വലയിൽ പെട്ടുപോവുകിൽ. ഇയാളിപ്പോൾ അവിടെ പോയിട്ട് അവരുടെ വലയിൽ പെട്ടുപോയാൽ നാടൻ പെണ്ണുങ്ങളാം നമ്മെ പിന്നെയോർക്കില്ല തീർച്ചയാം. സോ ട്രൂ എന്ന് പറഞ്ഞാൽ സോ ട്രൂ. അതായത് ഈ താമരശ്ശേരി കൂടി പോളിഷ് ചെയ്തെടുത്തുള്ളതാണത്. കാരണം അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളില്ല. ഈ ന്യൂ ജനറേഷനിൽ പെട്ട ആളല്ലേ അദ്ദേഹം. 20-ാം നൂറ്റാണ്ടിലത്തെ പ്രൊഡിജി ആണല്ലോ. നാടൻ പെണ്ണുങ്ങളാം നമ്മെ പിന്നെയോർക്കില്ല അത് തീർച്ചയാം. പഴഞ്ചൊല്ലൊന്നു കേട്ടേ ഞാൻ അത് നേരാകുമോ സഖി. എനിക്ക് കുറച്ച് പഴഞ്ചൊല്ലൊക്കെ അറിയാം, ഞാൻ ഒന്ന് പറഞ്ഞു തരാം. മറുനാടുകൾ കാണില്ല പോലും മധുര കണ്ടവൻ. മധുരയെ പറ്റിയിട്ട് ഒരു പഴമൊഴിയുണ്ട്. മറുനാടുകൾ കാണില്ല. മധുരയിൽ പോയ വേറൊരു നാട്ടിലേക്ക് പോവില്ല, അത്ര ഉത്സവമാണ് അവിടെ. മറുനാടുകൾ കാണില്ല പോലും മധുര കണ്ടവൻ. പുണ്യം തികഞ്ഞൊരാ നാട്ടിൽ മേവും ഏതേതു ജീവനും. കണ്ണിന്നു പുത്തരി സദ്യ ഇന്നാണ് ഇന്ദീവരാക്ഷനെ. കണ്ണിന് പുത്തിരി സദ്യ ഇന്നാണ് ഇന്ദീവരാക്ഷനെ ഇത്രയും ധീരനായി തീർത്തുള്ളത് ഈ ക്രൂരൻ്റെ ചേർച്ചയാം. ഈ അക്രൂരൻ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടാണ് നമ്മളിൽ നിന്ന് ഇദ്ദേഹത്തിനെ അകറ്റി കൊണ്ടുപോകാന്നാണ് പറഞ്ഞതേ. കഷ്ടം പോവാൻ തിടുക്കുന്ന ഗോപന്മാർ ഉപനന്ദനും മിണ്ടാതിരിക്കയാം. ദൈവം നമ്മെ കൈവിട്ട മട്ടിലാം. ഇപ്പം ഈ ഗോപന്മാർക്കൊന്ന് പറഞ്ഞുകൂടെ, കൃഷ്ണ പോണ്ട, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് കുറേ പ്രശ്നമുണ്ട്, താൻ പോണേലെന്ന് പറഞ്ഞൂടെ. കഷ്ടം പോവാൻ തിടുക്കുന്ന ഗോപന്മാർ ഉപനന്ദനും മിണ്ടാതിരിക്കയാം. ദൈവം നമ്മെ കൈവിട്ട മട്ടിലാം. അല്ലെങ്കിൽ ഈ ഗോകുലത്തിൽ വല്ലതും തകരാറുകൾ വന്നാലും മതി. ഇപ്പോൾ ഇവിടെ വല്ല തകരാറ് വന്നാൽ അയാൾ പോവില്ലാതെ. ഇവിടെ വല്ല വീട് കത്ത് പറഞ്ഞല്ലേ, അല്ലെങ്കിൽ വല്ല ദുഷ്ട രാക്ഷസന്മാർ വരെ ചെയ്താൽ മൂപ്പരും കിട്ടന് വരും. എങ്ങനെയെങ്കിലും ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ തിരിച്ചു വരണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളൂ. വന്നാലും മതി ഓർത്തിയിടിൽ. അതോ ഒരിടത്തിൽ അങ്ങനൊന്നും സംഭവിക്കണമില്ല. തടയാം നാഥനെ ചെന്ന് വീട്ടുകാരെന്തു ചെയ്തിടും. നമുക്കൊരു കാര്യം ചെയ്താലോ, തേരിൻ്റെ മുമ്പിൽ പോയിട്ട് അങ്ങോട്ട് കിടക്കുക ഒരു 10 ആൾ. ഇയാളെങ്ങനെ അങ്ങോട്ട് പോവുക നോക്കാമല്ലോ നമുക്ക് എന്ന് മനോരഥം കിട്ടുകയാണ്. അപ്പോൾ
തടയാം നാഥനെ ചെന്നു വീട്ടുകാരെന്തു ചെയ്തിടും കൃഷ്ണനെന്നിയേ ജീവിപ്പാൻ വയ്യാതോർക്കെന്തിനാം ഭയം. ഇനി നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഒക്കെ നഷ്ടപ്പെട്ടില്ലേ? ചൊല്ലായക അമ്മട്ടിലെൻ തോഴി. അപ്പോഴേക്കും ഒരാൾക്ക് കുറച്ച് ബോധം വന്നു. ചൊല്ലായക അമ്മട്ടിലെൻ തോഴി മുകുന്ദനൊരു വിഘ്നവും വരായക നാം മാഴുകയാലും അറിയായകതു മാധവൻ. അദ്ദേഹത്തിന് വഴിയിൽ ഒരു വിഘ്നങ്ങളും ഇല്ലാണ്ട് പോയി വരട്ടെ എന്നാ പറഞ്ഞത്. ചൊല്ലായക അമ്മട്ടിൽ എൻ തോഴി മുകുന്ദനൊരു വിഘ്നവും വരായക നാം മാഴുകയാലും അറിയായകതു മാധവൻ. അറിയായകതു മാധവൻ. നമ്മൾ ദുഃഖപ്പെടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമവും. അപ്പം നമ്മൾ ദുഃഖം പാടില്ല, അദ്ദേഹത്തിന് നമ്മൾ ദുഃഖം കൊടുക്കരുത് എന്ന്. വല്ലാത്ത ബെസ്റ്റ് വേദാന്താണെന്നൊക്കെ. പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കരുത്. ഞാനൊക്കെ 10-40 കൊല്ലം കഷ്ടി 2 പ്രാവശ്യമായിട്ട് ബോംബെയിൽ പോയിട്ട് ഒരിക്കലെങ്കിലും എനിക്ക് വയ്യ, എൻ്റെ ഭാര്യയ്ക്ക് വയ്യ, എൻ്റെ കുട്ടികൾക്ക് വയ്യ, ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താ, അച്ഛനാണെങ്കിൽ നേരത്തെ മരിച്ചു, പിന്നെ 8ഉം 8ഉം അറിയാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മ, ഭാര്യയുടെ അമ്മയും അതെ, നല്ലൊരു മകൻ അവർക്ക് നഷ്ടം വന്നു 47 വയസ്സിൽ. അപ്പോൾ ഞാൻ ഏതോ ഒരു അവധൂതനെ പോലെ എനിക്ക് ഒന്നും ബാധകമല്ല. എന്ത് വന്നാലും അവിടെ സുഖമല്ലേ ചോദിക്കാം. ഇവിടെ സുഖമാണെന്ന് ആദ്യം പറയാം. ഇവിടെ സുഖമാണ്, അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കാം. അതിന് വള്ളം നമ്മളെ കൊണ്ടാവണം എന്താ വെച്ചാൽ അയച്ചു കൊടുക്കുക. എല്ലാവരും എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. എല്ലാവരും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും കാര്യത്തിൽ വ്യാപൃതനാവുക കാരണം എനിക്ക് അതൊന്നും ഓർക്കാനുള്ള സമയമില്ല, എനിക്ക് ഓർക്കും വേണ്ട. പക്ഷേ അന്തിമ വിജയം എൻ്റേതാണ്. ഞാൻ വിചാരിച്ച കൂടുതൽ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഭഗവാന് ഒരു ബിഗ് സല്യൂട്ട്, ആനന്ദ കണ്ണീരൊഴുക്കിയിട്ടൊരു സല്യൂട്ട് കൊടുക്കും ഞാൻ എപ്പോഴും. അവിടേക്കും മനഃശല്യം തോന്നിച്ചിടുക യാത്രയിൽ. എന്താ വേവ് ലെങ്ത് മെച്യൂരിറ്റിയുടെ. അവിടേക്ക് മനഃശല്യം തോന്നിച്ചിടുക യാത്രയിൽ. അവിടെ മുമ്പ് പോയിട്ട് വീണിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വെറുങ്ങലിപ്പിക്കരുതെന്നാണ് പറഞ്ഞതേ. ഒരു സ്ത്രീകൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അവരവരുടെ പ്രേമനാഥനായിരിക്കുന്ന കൃഷ്ണനെ അല്ലലുകൾ അറിയിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഭഗവാനെ സ്തുതിക്കാമെന്നല്ലാണ്ട് നമ്മളൊന്നും ചോദിക്കരുത് ഭഗവാനോട്. ഭഗവാൻ നമ്മൾക്കെല്ലാം തന്നിട്ടുണ്ട്, നമ്മുടെ പൂർവ്വജന്മാന്തര കർമ്മഫലത്തിനനുസരിച്ച്. അപ്പോൾ ഇനി വല്ലതും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കർമ്മത്തിൽ നമ്മൾ നല്ല പുണ്യം ചെയ്യാനുള്ള കർമ്മം ചെയ്യുക. അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പറഞ്ഞ് മനസ്സിലാക്കില്ല ആൾക്കാരെ. എന്താ പ്രശ്നം, കുറച്ച് പൈസ കൊണ്ടുവരും, ഞാൻ വേർപാട് ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾക്കൊക്കെ ശരിയാവുന്നു, അങ്ങനെ പറയരുതൊരിക്കലും. ഇതിന് കാരണം നമ്മുടെ മനസ്സിനെ മാറ്റേണ്ട സമയം വഴുകി. അതുകൊണ്ട് നിങ്ങൾ ഭാഗവതം വായിക്കൂ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സുഖമായി ചെന്നു പോരട്ടെ നമ്മൾ തൻ പ്രിയവല്ലഭൻ. പോയി വരട്ടെ, എല്ലാവരും ശാന്തരാവൻ. മറ്റൊന്നുകൊണ്ടുമല്ല ഈ ഞാനുര ചെയ്വതു രാധികേ. ഞാൻ പറയാനൊരു റീസൺ ഉണ്ട്. എന്താ? മറപ്പൂ തേൻ കഴമ്പിൻ്റെ മധുരസ്മിത ഭംഗിയും. തേൻ കഴമ്പിൻ്റെ മധുരസ്മിത ഭംഗിയും മനതാരിൽ ഉല്ലസിപ്പിക്കും മഹനീയ കടാക്ഷവും. മഹേന്ദ്ര നീലദ്യുതിയും മഹിതോധാരഭാവവും ഒക്കെ ഒന്നിനോടൊന്ന് കടപിടിക്കുന്ന നല്ല ഗുണങ്ങളാ. മനതാരുല്ലസിപ്പിക്കും മഹനീയ കടാക്ഷവും. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു തൃക്കൺ കടാക്ഷം മതി നമ്മൾ ഊർജ്ജസ്വലരാവാൻ. മഹേന്ദ്ര നീലദ്യുതിയും മഹിതോധാരഭാവവും മധുവൂർന്നീടും മട്ടാം. തേനൂറുന്ന പോലെയല്ലേ നമ്മളോട് സംസാരിച്ചിരുന്നത്. അതാലോചിച്ചിരിക്കൂ. മധുവൂർന്നീടുമാമട്ടാം സ്വകാര്യകഥനങ്ങളും മറന്നുകൊണ്ടു മറ്റന്നാൾ വരയ്ക്കും വാഴ്വതെങ്ങനെ. ഇവർ വിചാരിച്ചിരുന്നത് ഇന്ന് അവിടെ എത്തി നാളത്താട് കഴിഞ്ഞ് മറ്റന്ന് അങ്ങോട്ട് വരുന്ന അവൾ വിചാരിച്ചിട്ടുള്ളത്. എവിടെ മധുവാർന്നീടുമാമട്ടാം സ്വകാര്യകഥനങ്ങളും മറന്നുകൊണ്ടു മറ്റന്നാൾ വരേക്കും. മറ്റന്നാൾ വരെ ഇപ്പോൾ നമ്മളെങ്ങനെ ജീവിച്ചിരിക്കുക?
പീലിവാർ മുടിയും പില്ലാങ്കുഴലും വനമാലയും മണിക്കുണ്ടലവും ഗോപിക്കുറിയും മന്ദഹാസവും. പീലിവാർ മുടിയും പില്ലാങ്കുഴലും വനമാലയും മണികുണ്ടലവും ഗോപിക്കുറിയും മന്ദഹാസവും. വിരിമാത്തട്ടിലോട്ടേറെ വിളങ്ങും കൽപ്പതക്കവും കാലിക്കോലും കസവണി മഞ്ഞപ്പട്ടുടയാടയും കലർന്ന് അസംഖ്യം ചങ്ങാതിമാരോടും കൂടി അന്തിയിൽ കോലാഹലം പൂണ്ടണയും ഗോപീജന മഹോത്സവം. ഗോപീജനങ്ങൾക്ക് മഹോത്സവം എപ്പോഴാ? എല്ലാ ദിവസവും പശുക്കളെ തീറ്റിച്ച് വെള്ളം കുടിപ്പിച്ച് വയറ് നിറച്ച് അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നൊരു സമയത്ത് ഭഗവാനെ കണ്ട് ഇവരെ മഹർഷിമാരെ പോലെ സമചിത്തതയോടുകൂടി ഭഗവാനെ അവരവരുടെ സ്വന്തം ഹൃദയപത്മത്തിൽ വെച്ച് ആരാധിക്കുകയാണ്. അതാണ് അവരുടെ മഹോത്സവം. വിയർപ്പ് മുക്താമണിയാൽ മിന്നും ശ്രീമുഖമാർന്നവൻ. മടങ്ങി വരുമ്പോൾ വിയർപ്പ് തുള്ളിയിൽ മൺതരികളൊക്കെ ഉണ്ടാവും. വിയർപ്പു മുക്താമണിയാൽ മിന്നും ശ്രീമുഖമാർന്നവൻ കാലിക്കുളമ്പടിയിലെ പൊടിപ്പറ്റി ആ കുന്തലും തലമുടി കുനുചില്ലിയും മാർന്നേറെ വിലസം നന്ദനന്ദനൻ മുഖവും നാണമാം ചൊൽവനാൻ ആവിധം നളിനേക്ഷണൻ. സംസാരിക്കാൻ മടിയുള്ള കുട്ടിയാണേ, ആടിക്കൊഴിഞ്ഞല്ലാണ് സംസാരിക്കില്ല. മുഖവും നാണമാം ചൊൽവാൻ ആവിധം നളിനേക്ഷണൻ നിത്യം നമ്മെ കടാക്ഷിച്ചും കൊണ്ട് വിശ്വേകമോഹനൻ. വരും ആ കാഴ്ച കാണാതെ ജീവിച്ചിടേണ്ടതെങ്ങനെ. ഇനി എന്നാണ് ഇദ്ദേഹം കാലികളെ മേച്ച് വൃന്ദാവനത്തിലേക്ക് മടങ്ങുന്ന രംഗങ്ങൾ നമ്മളെങ്ങനെ കാണും? അതാണ് ഇപ്പോൾ പ്രശ്നം. മനസ്സിലായില്ലേ? നിത്യം നമ്മെ കടാക്ഷിച്ചും കൊണ്ട് വിശ്വേകമോഹനൻ വരും ആ കാഴ്ച കാണാതെ ജീവിച്ചിടേണ്ടതെങ്ങനെ. വിരഹത്തീയിൽ ഈ വണ്ണം നീറും ഗോപികൾ നാഥനെ ലജ്ജ വിട്ടു വിളിച്ചും കൊണ്ടോതിനാർ കളകണ്ഠികൾ. തൊണ്ടയിൽ വന്ന വാക്കിങ്ങനെ വിങ്ങാണ്, പുറത്തു വരുന്നില്ല. വിരഹത്തീയിൽ ഈ വണ്ണം നീറും ഗോപികൾ നാഥനെ ലജ്ജ വിട്ടു വിളിച്ചും കൊണ്ടോതിനാർ കളകണ്ഠികൾ. കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ച് പറയണു. അനന്ത കല്യാണ ഗുണാഭിരാമ കൃഷ്ണ, ഹേ കൃഷ്ണ, അനന്ത കല്യാണ ഗുണാഭിരാമ മുകുന്ദ ഗോവിന്ദ മഹാനുഭാവ. എന്തൊക്കെയാ പറഞ്ഞത്? അനന്ത കല്യാണ ഗുണാഭിരാമ, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രം എല്ലാവിധ ഗുണഗണങ്ങളുമുള്ള ഭഗവാനെ മുകുന്ദ ഗോവിന്ദ മഹാനുഭാവ മനസ്സുടന്നീടിന ഗോപിമാരെ മറന്നിടായക ഉള്ളിൽ മനോഹരാംഗ. ഒരേ ഒരു കാര്യം, മനസ്സുടന്നീടിന ദുർബല മനസ്സായിട്ടുള്ള ഞങ്ങളെ ഗോപിമാരെ മറന്നിടായക ഉള്ളിൽ മനോഹര. പുറമെ ഞങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഉള്ളിൽ ഞങ്ങളേനെ കരുതിയാൽ മതി എന്നാ. മനസ്സ് ഉഴന്നേടിന ഗോപിമാരെ മറന്നേടായക ഉള്ളിൽ മനോഹരാംഗ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ അഷ്ടനവതിമസ്സർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.